എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. നല്ല ഒന്നാം തരം പാൽപ്പായസം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതിന് വേണ്ട സാധനങ്ങൾ പാലും ഉണക്കലരി പഞ്ചസാര. കുക്കറിലെൻ്റെ പാത്രം ഇട്ടിട്ട് 2 കപ്പ് വെള്ളം, ഒരു ലിറ്റർ പാല്, ഒട്ടും വെള്ളം ചേർക്കാത്ത 1 ലിറ്റർ പാല്. ഈ 3 സാധനങ്ങൾ മാത്രം മതി പായസം. ഈ പാല് കുക്കറിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെക്കണം. ഇപ്പം ആദ്യത്തെ സ്റ്റീം വന്നു. പാല് വെച്ചിട്ട് ആദ്യത്തെ സ്റ്റീം വന്നു. ഇനി തീ കുറച്ചിട്ട് 30 മിനിറ്റ് ഇതിൽ തന്നെ വെച്ചേക്കണം. തീ കുറച്ച് 30 മിനിറ്റ്. എന്നിട്ട് അത് തുറന്നിട്ട് അരിയിടും, ആ സ്റ്റീം പോയി കഴിഞ്ഞിട്ട്. അരമണിക്കൂർ കഴിഞ്ഞ് ഇതിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോൾ തുറക്കുക. 5 ടേബിൾ സ്പൂൺ തൊട്ട് 6 ടേബിൾ സ്പൂൺ വരെ. കൊഴുപ്പ് കൂടുതൽ വേണമെങ്കിൽ 6 ടേബിൾ സ്പൂൺ, ഇല്ലെങ്കിൽ 5 മതി. 80 മില്ലി ലിറ്റർ കപ്പിന്. ഇതിൻ്റെ അകത്തോട്ടിടുക. ഈ പാലിൻ്റെ അകത്തോട്ട് ഇതിൽ വെള്ളം വറ്റിയിട്ടില്ല, വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. എന്നിട്ട് വീണ്ടും അടച്ചിട്ട് ഇനി ഒരു സ്റ്റീം വരുന്നവരെ വയ്ക്കും. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ 30 മിനിറ്റ് തീ കുറച്ച് വയ്ക്കും. എന്നിട്ട് തുറന്നിട്ട് പഞ്ചസാര ഇടും. അത്രേ ഉള്ളൂ. അരിയിട്ട് കഴിഞ്ഞിട്ട് ഒരു സ്റ്റീം വന്നു. ഇനി അതുപോലെ തന്നെ 30 മിനിറ്റ് തീ കുറച്ചിട്ട്. വീണ്ടും 30 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് തുറന്നിട്ട് പുറത്തെടുക്കണം. അര കപ്പ് പഞ്ചസാര. കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. കണ്ടോ, നല്ല പിങ്ക് കളറായിട്ടുള്ളത്, നല്ല മണമുണ്ട്.
ഇത് നന്നായിട്ട് ആറിക്കഴിയുമ്പോൾ ഒരു 6 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് താഴെ എടുത്ത് വെച്ചാൽ കുറഞ്ഞത് 10 ദിവസം അതേ തണുപ്പിൽ ചീത്തയാവാതെ ഫ്രിഡ്ജിലിരിക്കും. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. നല്ല പായസം ഇത്. കുറച്ച് സമയം എടുത്താലും നന്നായിട്ട് കിട്ടും. എല്ലാവരും ഇത് വെച്ച് നോക്കണം, കമൻസ് അറിയിക്കണം.